പിന്നെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദൈവം ഉണ്ടല്ലോ, ഒരു ശക്തി ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ അനുഭവപ്പെടാം. ഞാൻ കേട്ടിട്ടുള്ളത് ഈ നമ്മളിപ്പോ ഓരോ സമുദായത്തിന് ഓരോ ദൈവങ്ങളുണ്ടല്ലോ, ഓരോ അതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ നമുക്കിടയിലുണ്ട്, നമ്മൾ അവരെ ഇതുവരെ കാണാതെ പോയി എന്നുള്ളതാണ്. ഇപ്പോ MV ജയരാജനാണ് ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ സത്യമാണത്. നമ്മള് ഇനി അമ്പലങ്ങളിലൊന്നും പോകാതെ എനിക്ക് തോന്നുന്നു രാവിലെ AKG സെന്ററിന്റെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കാരണം ദൈവങ്ങളല്ല ഇപ്പൊ അവിടെയാണ് ഇരിക്കുന്നത്. ജയരാജൻ പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് CPM ആണ്. അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നോ രക്ഷിപ്പൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. കേട്ടല്ലോ, CPM-കാരാണ് ദൈവങ്ങൾ. എന്ത് തോന്നുന്നു? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വരികളാണ്. അത് ഉദ്ഘോഷിച്ച അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് തന്നെ പറയാം. ഞെട്ടി എന്നാണ് പറയുന്നത്. അതെ. ഇത് ശരിക്കും ജയരാജൻ എന്താണ് ഇങ്ങനെ പറഞ്ഞതിന്റെ പൊരുളെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്കിപ്പം ധന്യ പറഞ്ഞതുപോലെ AKG സെന്ററിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അതായത് ബ്രാഞ്ച് കമ്മിറ്റികളിൽ പോയി നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാവർക്കും തിരുവനന്തപുരം വരെ പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ തൊട്ടടുത്തുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോയാൽ കാണാൻ പറ്റും. കാരണം അത്രയും ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാരണഭൂതൻ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് കാരണഭൂതനുണ്ട്, ക്യാപ്റ്റനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. പിന്നെ MA ബേബി പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ CPM ജനറൽ സെക്രട്ടറി ആയെന്ന്. അദ്ദേഹത്തിന് വിഭ്രാന്തിയാണ്. കാരണം ഈ സ്ഥാനം കിട്ടിയത് എന്തോ ലോട്ടറി അടിച്ച പോലാണ് അദ്ദേഹം കരുതുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വർഷങ്ങളായിട്ട് അദ്ദേഹം PBയിലും എല്ലാം ഉണ്ട്, ഒരു സ്ഥാനങ്ങളും കിട്ടുന്നില്ല, പാർട്ടിയിലും ഒന്നും കൊടുക്കുന്നില്ല, ഇലക്ഷന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് ആഗ്രഹിച്ച് ഒന്നും കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഒരു മനസ്സൊരു ഒരുമാതിരി ആയിപ്പോൾ, ഒരു വിഷാദ രോഗത്തിന് അടിമപ്പെട്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്യുന്ന ബൗദ്ധികമായ ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ വായിച്ച് അദ്ദേഹത്തിന് ഒരു സ്ഥാനങ്ങളും കിട്ടുന്നില്ല. കുറേ കാലം മുമ്പ് കുണ്ട്ര MLA ആയിട്ടിരുന്നതാണ്. പിന്നെ അദ്ദേഹം കൊല്ലത്ത് വന്ന് പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു, ദയനീയമായ പരാജയമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മനസ്സിൽ അങ്ങനെ ഒരു വിഷാദ രോഗം ബാധിച്ചിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വേറെ ആരുമില്ല ഈ സ്ഥാനത്തേക്ക് വരാൻ. അപ്പോൾ പിണറായി നോക്കിയപ്പോൾ ഇനിയിപ്പം ഇവിടെ ഒരു ജനറൽ സെക്രട്ടറി വേണ്ടേ, കാരണം ബേബി അല്ലെങ്കിൽ പിന്നെ ജനറൽ സെക്രട്ടറി ഇല്ലാതെ പോകേണ്ടി വരും. അങ്ങനെ സ്വാഭാവികമായിട്ട് പിണറായി പറഞ്ഞ ആടെ പോയിരിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിക്കുന്നത്. അപ്പോഴത്തേക്ക് പുള്ളി ഈ അധികാരം കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിയുടെ മനസ്സ് എന്തൊക്കെയോ ഒരു വിഭ്രാന്തിയിലേക്ക് പോയി. അതാണ് യേശു ക്രിസ്തുവിലേക്കൊക്കെ പോകുന്നത്. കിലുക്ക സിനിമയിലും ജഗതിയുടെ ഡയലോഗ് ആർത്തി മൂത്തവക്ക് ഭ്രാന്താണ്. അതുപോലെ ഇന്നസെന്റ് മറ്റേ ലോട്ടറി അടിക്കുമ്പോ അനുഭവിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതേ അവസ്ഥയിലാണ്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇത്തരത്തിൽ വിഭ്രാന്തി. അപ്പൊ ജയരാജൻ ഇത് പറയുകയാണ്. ജയരാജൻ പറഞ്ഞതിലൊക്കെ ഒരുപാട് ശ്രീനാരായണ ഗുരുവിന്റെ വരികളെയൊക്കെ മൊത്തം തെറ്റിച്ചാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം അതുപോലും ശരിക്കും നോക്കിയിട്ടില്ല. അപ്പോൾ അത് ഒരുപാട് മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് അന്നവസ്ത്രാദി നൽകുന്നത് CPM ആണ്, അതുകൊണ്ട് CPM ആണ് ദൈവം എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കിറ്റും പെൻഷനും കൊടുത്താണ് അധികാരത്തിൽ വന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ കിറ്റിനെ അത്ര ഇതായിട്ടാണ് അവർ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ജനങ്ങളുടെ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു നിസ്സഹായതയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ആശാ വർക്കർമാരൊക്കെ വെറും ഒരു 100 രൂപയ്ക്ക് വേണ്ടി സമരം നടത്തുകയാണ്. അപ്പോൾ സർക്കാർ ഇപ്പം എത്രയോ കോടി രൂപ ചിലവാക്കി കേരളം മുഴുവൻ കാരണഭൂതൻ്റെ ഫ്ലെക്സുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ദൈവങ്ങളാണ്. കാരണം ദൈവങ്ങളുടെ ആണല്ലോ നമ്മുടെ ഓരോ സ്ഥലത്ത് ഫോട്ടോകൾ വെച്ച് പൂജിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ദൈവമായി തന്നെ കാണേണ്ടി വരും മിക്കവാറും. ഇനി അങ്ങോട്ട് അതായിരിക്കും ഇനി കേരളത്തിലെ ജനങ്ങളുടെ. 3ാം തവണ കൂടി ഇവര് ഭരണത്തിൽ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ അമ്പലങ്ങളിലും ഇവരുടെ ഫോട്ടോ കാണാം. അത് തൊഴുതിട്ട് പോവാത്തവർക്ക് പിന്നെ ഫൈൻ അടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിരിക്കും ജയരാജൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്തരം വിഡ്ഢിത്തരം ഇപ്പോ ഇരുന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ അടിമാലിയിൽ ഉള്ള ഒരു അന്നം, എനിക്ക് എപ്പോഴും അവരെയാണ് ഓർമ്മ വരുന്നത്. കാരണം 84-85 വയസ്സായ അന്നമ്മ ചേട്ടത്തി ഒരു പിന്നെ എന്താ പറയുക, ഒരു ചട്ടിയും എടുത്ത് പിച്ച തെണ്ടാൻ ഇറങ്ങുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല, സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതായിട്ട് 3-4 മാസമായി, മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാതെയാണ് നടക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. 3-4 മാസത്തെ പെൻഡിങ് ഒക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് സർക്കാർ ഈ ആഘോഷങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ
എല്ലാം വട്ടപൂജ്യമാണ്. പിന്നെ അതെ, അതെ. ആഘോഷിക്കാൻ ഓരോ കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെ നവകേരള ബസ് വാങ്ങിയപ്പോൾ പറഞ്ഞു ഇത് എന്തിനാണ് ഇത്രയും കോടികൾ ചെലവാക്കിയ ബസ്, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പിന്നെ എന്താ പറയുക മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് എന്ന് പറഞ്ഞ് മ്യൂസിയത്തിൽ വെക്കുമെന്ന്. അതെ, അതെ. അല്ല, അദ്ദേഹം ശരിക്കും ദൈവം തന്നെയാണ്. കാരണം 19-20 വാഹനങ്ങളുടെ അകമ്പടിയോടെ ആംബുലൻസോടുകൂടി പോകുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും സ്ട്രീറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ നിശബ്ദമാകുമ്പോഴത്തേക്ക് ഈ ഒരു ഈ കിം വാഹനം ജോങ് ഉന്നൊക്കെ ഉത്തര കൊറിയ ഭരിക്കുന്നത് പോലെയാ അതെ, അതെ. പിണറായി വെളിയിൽ ഇറങ്ങുന്നത്. അതെ, അതെ, അതെ. ഇദ്ദേഹം ഈ വാളിനിടയിലൂടെയും ഒക്കെ സഞ്ചരിച്ച മനുഷ്യനാണെങ്കിൽ ഇത്രയും പേടിക്കുന്നത് അതല്ല നോക്കുന്നത്. ജനങ്ങളെ കാണുമ്പോ പേടിയാണ്, എവിടെ കൂടെ അടി വരുമെന്ന് അറിഞ്ഞുകൂടാന്നുള്ള ഭയമാണ് ഇങ്ങനെ. അതെ. ഈ കേരളത്തിൽ വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങൾ കൈവച്ച നാണം കെടുവില്ലേ? കാരണം ഈ പറച്ചില് മാത്രമല്ലേ ഉള്ളൂ, ഊരി പിടിച്ച വാളിനിടയിലൂടെ സഞ്ചരിച്ച ഞാൻ ഇരട്ടച്ചങ്കനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ തള്ളിമറിക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും നിന്ന് ധൈര്യത്തോടെ ഒരു കാര്യം നടത്തുന്നതോ പ്രവർത്തിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു പരിപാടി നടത്തി അവിടുത്തെ ചെറു കച്ചവടക്കാരെ പോലും പേടിയാണ്. കാരണം ആ ഏരിയയിലുള്ളവരെല്ലാം ഒഴിപ്പിക്കും. കറുത്ത വസ്ത്രം, കറുത്ത തുണി, കൊടയായിട്ടും മഴ എന്ത് ചെയ്യുന്നുള്ളതാണ്. അതെ, ഈ മഴ വന്നതിന് ഞാൻ അതുകൊണ്ട് പച്ച കളർ കൊട ഇനിയിപ്പോ വേറെ വെള്ള കളറിലെ കൊടയും അതൊക്കെ വാങ്ങുന്നതായിരിക്കും. അല്ല, ചുമപ്പാണ് കുറച്ചുകൂടി സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ചുവന്ന കൊടയായിരിക്കും, അതായിരിക്കും നല്ലത്. നമ്മളിത് പോകുമ്പോഴും അവർക്ക് പച്ച വാങ്ങിച്ചത് കൊണ്ട് മുസ്ലിം അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ ജയരാജനൊക്കെ നമുക്കറിയാം ഇത്തരത്തിൽ എന്ത് പറയുന്നു എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ആ രീതിയിലേക്ക് മാറി. പലർക്കും ഈ പിണറായിയുടെ ഈ ഒരു അധികാര ഇത്, അതായത് എല്ലാവരും ഒതുക്കിയില്ലേ, ശരിക്കും പിണറായി മൊത്തത്തിൽ ഒതുക്കി, എല്ലാവരും ഒതുക്കി. അതുകൊണ്ട് ഈ ജയരാജന്മാരൊക്കെ കണ്ണൂരിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായി കഴിഞ്ഞവരാണ്. ചിറ്റപ്പനെയും ചിറ്റപ്പനൊന്നും കൊണ്ടോന്ന് പോലും അറിയില്ല. അതേ ഗതികെട്ടാണ് BJP-യിലേക്ക് പോവാന്നൊക്കെ ശ്രമം നടത്തിയത്. പക്ഷെ അതിനെയും പൊളിച്ചടുക്കി. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം വിഭ്രാന്തിയിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒന്നും പറ്റിയില്ല. കാരണം പിണറായി വിജയന്റെ കീഴിൽ പിണറായി വിജയൻ ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ പോളിറ്റ് ബ്യൂറോ അടക്കം ജനറൽ സെക്രട്ടറി അടക്കം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വളർന്നു. അല്ല, സി രവീന്ദ്രനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയൊക്കെ വലിയ മികച്ച രീതിയിലേക്ക് പോയിരുന്നു. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ആയിരുന്ന സമയത്തും ഒക്കെ ആരോഗ്യ മേഖലയെ കുറിച്ചൊന്നും നമുക്കൊരു പേടിയില്ലായിരുന്നു. എത്ര സാമ്പത്തിക പ്രശ്നമാണെങ്കിലും തോമസ് ഐസക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മുന്നോടി. അതുപോലെ ജി സുധാകരൻ പാർട്ടിക്ക് തന്നെ ഒരു അഭിമാനമായിരുന്നു. കാരണം ഒരു അഴിമതിയോ ഒന്നുമില്ല, യാതൊരു വിധത്തിലുള്ള സാമ്പത്തികമായിട്ട് തട്ടിപ്പുകളോ ഒന്നും നടത്താത്ത ജനകീയനായ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം ഒതുക്കിയിട്ട് തീർത്തും ദുർബലമായ പാർട്ടി എന്നല്ല ഇപ്പോ പിണറായി CPM എന്നാക്കി വെച്ചു. മറ്റത് പാർട്ടിയാണ്, വ്യക്തിയല്ല പാർട്ടിയാണ് വലുത്. ഇപ്പൊ പിണറായിയാണ് വലുത്, പാർട്ടിയല്ല എന്നുള്ള രീതിയിലേക്ക് പാർട്ടിയെ അധപ്പതിപ്പിച്ചു കഴിഞ്ഞു. നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ കൂടി പാർട്ടിയിൽ നിന്ന് മാറി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പിണറായി സർക്കാർ പാർട്ടിയെ എത്തിച്ചു. പിണറായി സർക്കാർ അതുകൊണ്ടല്ലേ ബിനോയ് വിശ്വമൊക്കെ പറഞ്ഞത് സർക്കാർ എന്ന് പറഞ്ഞാൽ മതി, പിണറായി സർക്കാർ എന്ന് പറയണ്ടായിരുന്നു. പക്ഷെ ഇവന്മാര് പറഞ്ഞിട്ട് കാര്യമൊന്നും ദൈവം വരെ ആക്കി. പുറത്ത് നിന്ന് പറയാ, അകത്ത് നിന്ന് കുമ്പിട്ട് നിൽക്കുന്നതാണ് CPI-കാരൻ. അവരുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഒന്നും കൊടുക്കേണ്ട കാര്യം. എന്തായാലും ദൈവങ്ങള് നമ്മൾ പൂജിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ നാളെ മുതല് വീട്ടില് പിണറായിയുടെയും മറ്റേ ശിവൻകുട്ടിയുടെ ഒക്കെ പടം വെച്ച് പൂജിക്കേണ്ട അവസ്ഥ വരും. ശിവൻകുട്ടിയുടെ ഒക്കെ വെക്കേണ്ടി വരും. കാരണം അദ്ദേഹം നിയമസഭയിലൊക്കെ അത്രയും വലിയ ഹീരകൃത്യം കാണിച്ച മനുഷ്യനാണ്. മാർഗദീപമേ നയിച്ചാലും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെക്കാം.